ഹലോ, എല്ലാവർക്കും നമസ്കാരം. കാത്തൂസ് ഫ്രെയിമിൻ്റെ ഒരു കുറച്ച് പഴയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളെല്ലാവരും കൂടി തിരുവനന്തപുരത്ത് പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ നമുക്ക് ചില തിരക്കുകൾ വന്നതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് നല്ല ഫ്രഷായിട്ട് ദാണ്ട് നമ്മുടെ തിരുവനന്തപുരം ട്രിപ്പ് പിടിച്ചോളൂ. ഞങ്ങൾ കനകക്കുന്ന് കൊട്ടാരം കാണാൻ പോയതും പിന്നെ രാത്രിയിലൊരു നൈറ്റ് റൈഡ്, നമ്മുടെ സ്വന്തം KSRTCയിൽ നടത്തിയൊരു നൈറ്റ് റൈഡൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ദാ പിടിച്ചോ വീഡിയോ. കനകക്കുന്ന് കൊട്ടാരം തിരുവനന്തപുരത്ത് APR മ്യൂസിയത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഈ കൊട്ടാരം കലാസാംസ്കാരിക സംഗമങ്ങളുടെ വേദിയായിട്ടിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് എല്ലാ വർഷവും ഒക്ടോബർ ടു മാർച്ച് ടൈമിൽ ഇവിടെ ഓൾ ഇന്ത്യ ഡാൻസ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഈ നൃത്തോത്സവം നടക്കുന്ന സമയത്ത് എല്ലാ ദിവസവും തന്നെയും ഇവിടെ പല വിധത്തിലുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് അരങ്ങേറാറുണ്ട്. മേഘത്തിൻ കഥകറിയാതെ ഒന്നിച്ചൊരു മോഹനൻ എന്താൽ വാടുമ്പോൾ ആറുത്തവരാനാണോ എഴുത്തവരാണോ ഏതാകും മാടുനി നിൽക്കുന്നതാരാണോ? ബിഗ് ബോസ് My the future and my the future present, co-powered by the healthy Glosser Kaya Mujala Engel Fresh Conditioner. Big Boss season 7 grand finale. ഇനി കുറച്ചും കൂടെ ഉള്ള സമയം വീട്ടിലോട്ട് പോകാം. ഒരു ഫോട്ടോ എടുത്തേ, ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, മരിയറിയാതെ കേരളത്തിൻ മരിയറിയാതെ ഒന്നിച്ചിരു മോഹങ്ങൾ മാറുമ്പോ ആരുന്നവരാരാണോ ഏരുന്നവരാരാണോ ഏലാഞ്ചൽ വട്ടിൽ ആരാണോ? ആണോ? പറഞ്ഞത് നന്നായി. നിങ്ങളുടെ ഒത്തിരി ഷോട്ട് എടുക്കുന്നുണ്ട്, എന്നാൽ ഇവിടെ അത് കട്ട് ചെയ്തിട്ടില്ല. മതിയായിരുന്നു. പെട്ടെന്ന് നടന്നു, ഇപ്പൊ റെഡാവും. ഓടി ഓടി ഓടി. ജോജും കൊണ്ട് നീങ്ങി നിൽക്കും, കാർത്തിയും കൊണ്ട് നീങ്ങി നിൽക്കും. തിരുവനന്തപുരം നഗരത്തിന്റെ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ KSRTCയുടെ ഓപ്പൺ ടോപ്പ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഇരിക്കുന്നത്. ഇത് ഒരു മസ്റ്റ്
ട്രൈ സംഭവമാണ്. തിരുവനന്തപുരം രാത്രിയിൽ കാണാൻ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓപ്പൺ ടോപ്പ് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിലിരിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് 200 to 250 ആണ്. നിങ്ങൾ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. നിങ്ങൾക്ക് KSRTC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ നേരിട്ടോ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഉച്ച തിരിഞ്ഞ് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവർ സർവീസ് നടത്തുന്നത്. 2 മണിക്കൂർ നീളുന്നതായിരിക്കും ഒരു ട്രിപ്പ്. എന്തായാലും ഞങ്ങളുടെ ട്രിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കേട്ടോ. ഞങ്ങൾ നഗരക്കാഴ്ചകൾ കാണാൻ വേണ്ടി നഗരക്കാഴ്ചകൾ KSRTC കയറിയിട്ടുണ്ട്. കൊള്ളാമേ. കേബിളുകളും മരച്ചിലുകളും നിറഞ്ഞ പ്രദേശങ്ങളാണ്. യാതൊരു കാരണവശാലും മുകളിലത്തെ നിലയിൽ എണീറ്റ് നിൽക്കാനായി ശ്രമിക്കരുത്. അപകടം തൊട്ടരികയാണ്, ശ്രദ്ധിക്കുക. വെൽക്കം ടു സിറ്റി റൈഡ്. Thank you. Nobody can stand over there in the tunnel. Please be seated. ഞങ്ങളാണ് ഏറ്റവും ബാക്കിലിരിക്കുന്നത്. വലതുവശത്തായി ഗാന്ധി പാർക്കാണ് കാണാൻ കഴിയുന്നത്. കിഴക്കേക്കോട്ടയുടെ നഗരമധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന പാർക്കാണ് ഗാന്ധി പാർക്ക്. റൈറ്റ് സൈഡ് ഗാന്ധി പാർക്ക്. ഗാന്ധി പാർക്ക് ഇവരെങ്ങോട്ടേക്ക് നോക്കുന്നത്? പത്മനാഭ ടെമ്പിൾ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. ഇടതുവശത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രമാണ് കടന്നു പോകുന്നത്. ലോകത്തിലെ സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഇത് 4 കോട്ടകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കിഴക്ക് ഭാഗത്തായിട്ടുള്ള കോട്ട. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കിഴക്കേ കോട്ട എന്ന് പേര് വന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരദേവതയായ അനന്തൻ അല്ലെങ്കിൽ ആദിശേഷൻ എന്ന നാഗത്തിൽ പ്രതിഷ്ഠിക്കുന്ന വിഷ്ണു ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വലതുവശത്തായി പുത്തരിക്കണ്ടം മൈതാനം. ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾക്ക് വേദിയാകുന്നതാണ് പുത്തരിക്കണ്ടം മൈതാനം. ഇത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തിൽ നിർമ്മാണമായിരുന്നു. ഇവിടെ വിളയുന്ന സ്വന്തമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമാണ് കാണാൻ കഴിയുന്നത്. മിലിറ്ററിയുടെ അധീനതയുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അഷ്ടഗണപതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് പഴവങ്ങാടി നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വലതുകാർ മടക്കി ായി 1889 ആയുർവേദ പഠനത്തിനായി തിരുവിതാംകൂർ രാജവംശം ആരംഭിച്ച കോളേജാണ് പോകുന്നത് ഗവൺമെന്റ് ആയുർവേദ കോളേജ്. ക്രോക്സിന്റെ കട അയ്യ ക്രോക്സ് ാണ് കടന്നു പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയുടെയും വകുപ്പുമന്ത്രിമാരുടെ ഓഫീസാണ് വലതുവശത്തായി കാണുന്നത്. ഇത് തിരുവിതാംകൂർ രാജവംശം അവരുടെ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ദർബാർ കൂടുന്നതിന് വേണ്ടി നിർമ്മിച്ച ദർബാറുകളാണ്. 1869 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇത് നിർമ്മിക്കാൻ ചുക്കാൻ പിടിച്ചതെന്ന ദിവാനായിരുന്ന മാധവറാവു, അദ്ദേഹത്തിന്റെ പ്രതിമയാണ് ഇടതുവശത്തായി കടന്നുപോയത്. ഈ പ്രതിമയാണ് തിരുവനന്തപുരത്ത് ആദ്യമായി സ്ഥാപിക്കുകയുണ്ടായത്. അങ്ങനെയാണ് ഈ സ്ഥലത്ത് സ്റ്റാച്യു പേര് വന്നത്. നമ്മുടെ ഭരണസിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ്. അതുകൊണ്ട് തന്നെ സമരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദിയാകുന്നത്. ഇടതുവശത്തായിട്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് കടന്നു പോകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജാണ് കടന്നു പോകുന്നത്. 1866 തിരുവിതാംകൂർ രാജവംശം ആരംഭിച്ചതാണ്. ഇടതുവശത്തേക്ക് കാണുന്ന ആ ഗേറ്റ് നമ്പറിലാണ് നമ്മുടെ കമ്മീഷൻ സിനിമയിൽ സുരേഷ് ഗോപി സാർ ലാത്തിച്ചാർജ് അകത്തേക്ക് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചിത്രീകരിച്ചത് അവിടെ വെച്ചിട്ടാണ്. ലെഫ്റ്റ് സൈഡ് സ്റ്റാച്യു പട്ടം താണുപിള്ള, ദ സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഇടതുവശത്തായിട്ട് ഒരു പ്രതിമ കാണാൻ കഴിയും. പട്ടം താണുപിള്ളയുടെ പ്രതിമയാണ്. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനം അലങ്കരിച്ച പട്ടം താണുപിള്ള. തിരുവനന്തപുരത്തെ പ്രതിമകളിലായിട്ട്
മുൻകാലങ്ങളിൽ VJT ഹാൾ എന്നറിയപ്പെട്ടിരുന്നു. നിലവിൽ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന സാംസ്കാരിക വേദികളായി പ്രവർത്തിക്കുന്ന ഹാളാണ്. ഇത് വിക്ടോറിയ രാജ്ഞിയുടെ കിരീടധാരണത്തിന്റെ 50ാം വാർഷികം ഓർമ്മപ്പെടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം തിരുവിതാംകൂർ രാജ്യത്തിന് സമ്മാനമായി നൽകിയതാണ്. അതുകൊണ്ട് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ VJT ഹാൾ എന്നാണ് അറിയപ്പെട്ടത്. 2013 പിണറായി സർക്കാർ ഇതിന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അയ്യങ്കാളി ഹാൾ. സാഫല്യം കോംപ്ലക്സ് ഓൺ യുവർ റൈറ്റ് സൈഡ്, ദ ഫസ്റ്റ് മോൾ ഇൻ ട്രിവാൻഡ്രം. വലതുവശത്തായിട്ട് സാഫല്യം കോംപ്ലക്സ് ആണ് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ ആദ്യത്തെ മാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടും. ഇടതുവശത്തായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിനായക ക്ഷേത്രം, അതിന് തൊട്ടടുത്തായി ലോകത്തെ പ്രതിഫലിപ്പിക്കുന്ന പള്ളി എന്ന അറബിക് ലോകത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പാളയം ജുമാ മസ്ജിദാണ്. ഇതിന് തൊട്ടുപിറകിലായി ഒരു ക്രിസ്തീയ ദേവാലയം കൂടിയുണ്ട്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ കോട്ടിൽ 3 മതസ്ഥരുടെ ദേവാലയങ്ങൾ ഒരുമിക്കുന്ന ഏക സ്ഥലമാണ് പാളയം. വലതുവശത്തായി പാളയം ചർച്ച് കടന്നു പോകുന്ന റൈറ്റ് സൈഡ് പാളയം ചർച്ച്. ഇതിന്റെ ആകാശകാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയാണുള്ളത്. റൈറ്റ് സൈഡ് സ്റ്റാച്യു ഓഫ് ആർ ശങ്കർ, ദ തേർഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. വലതുവശത്ത് ആർ ശങ്കറിന്റെ പ്രതിമ കടന്നു പോകുന്നു. കേരളത്തിലെ 3ാമത്തെ മുഖ്യമന്ത്രി. ലെഫ്റ്റ് സൈഡ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. ഇടതുവശത്തായിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് കടന്നു പോകുന്നത്. പോലീസ് സ്റ്റേഡിയം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പോലീസ് സേനയിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ നായർ സാറിന്റെ ഓർമ്മയ്ക്കായി പോലീസ് സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നു. ഇടതുവശത്തായിട്ട് EMS നമ്പൂതിരിപ്പാടിന്റെ പ്രതിമ കടന്നുപോയി. കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി. തൊട്ടടുത്തായി കേരള നിയമസഭ. ആൻസർ പറയണ്ട. No need to give the answer. Just raise your hand. Okay. Raise your hand. Okay. If anyone know the answer. Answer അറിയാവുന്നവർക്ക് കൈ ഉയർത്താം. നേരത്തെ സിറ്റിയിൽ വന്നിട്ടുണ്ടല്ലോ ഉണ്ടായിരുന്നു. ഇല്ല. All the first time. Right. Yeah. തൊട്ട് വലത് സൈഡ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗിന്റെ പ്രത്യേകതയുണ്ട്. ആ ലൈറ്റ് ഒക്കെ നല്ല സെറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്. You can see on the big building is on your right side. What is the specialty of that building? Yeah. He got the answer, I think. വെള്ളം ആണല്ലേ? Shape rectangle. Yeah. It's a correct answer. Give it a cup. Nalla kaiyidu kodukku. It's like Ambani's house. അംബാനിയുടെ വീടിന്റെ അതേ മാതൃകയിലാണ് അതിന്റെ നിർമ്മാണം. Okay. What is the name of Ambani's house? Angela, again, give it a cup. Nalla kaiyidu kodukku. He's scoring the 1-1. Okay. But I want to block her. I'm going to block her. Join with me. Are you join with me? Yes. Okay. What is the shape of Ambani's house? What is the shape of? It's a famous shape. What is the shape of? No. Kerala Rajbhavan on your right side. വലതുവശത്ത് കേരള രാജ്ഭവൻ ആണ്. നമ്മുടെ ഗവർണറുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. തൊട്ടടുത്തായി മന്ത്രിമന്ദിരമായ മൻമോഹൻ ബംഗ്ലാവാണ്. മിനിസ്റ്റേഴ്സ് ബംഗ്ലാവ് ഓൺ യുവർ റൈറ്റ് സൈഡ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് തിരുവനന്തപുരത്തിന്റെ രാജവീതിയിലൂടെയാണ്. തിരുവിതാംകൂർ രാജവംശത്തിലെ രാജകുടുംബാംഗങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി ഉപയോഗിക്കുന്ന റോഡാണ്. കവടിയാർ മുതൽ മ്യൂസിയം ഭാഗം വരെയാണ് രാജവീതി എന്നറിയപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫീസസ് ക്വാർട്ടേഴ്സ് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്. ഇടതുവശത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫീസസ് ക്വാർട്ടേഴ്സ് ആണ് കടന്നു പോകുന്നത്. സ്വാമി വിവേകാനന്ദ. നല്ല കൈയ്യിട്ട് കൊടുക്കണേ. ആൻസർ പറഞ്ഞാൽ കൈയ്യിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. സ്വാമി വിവേകാനന്ദ പാർക്കാണ് കാണാൻ കഴിയുന്നത്. ഇതിനെ കവടിയാർ പാർക്ക് എന്ന് കൂടി അറിയപ്പെടുന്നത്. ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള പാർക്കാണ് സ്വാമി വിവേകാനന്ദ പാർക്ക്. Now we are in Kavadiyar, the beautiful place in Trivandrum. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കവടിയാറാണ്. തിരുവനന്തപുരത്തിന്റെ മനോഹാരിത ഏറെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമെന്നാണ് കവടിയാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കവടിയാർ കൊട്ടാരം ഇവിടെ നിർമ്മിക്കാനായിട്ട് അവർക്ക് പ്രേരണയേകിയതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. Now we are in front of Kavadiyar Palace. കവടിയാർ കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ രാജമുദ്രയായ ശംഖുമുദ്ര പതിപ്പിച്ച നിലവിലെ രാജകുടുംബാംഗങ്ങൾ വസിക്കുന്ന 44 ഏക്കറിൽ 3 നിലകളിലായി 110 മുറികൾ. പിങ്കി ചേച്ചിയൊക്കെ ഫ്ലാറ്റ് മേടിക്കാൻ ഉദ്ദേശിച്ചു.
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആർട്ടക്കിന്റെ ഫ്ലാറ്റ് നോക്കാവുള്ളൂ. ആർട്ടൊക്കെ അല്ലേ? പിങ്കി ചേച്ചിക്ക് ഫ്ലാറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ആർട്ടക്കിന്റെ ഫ്ലാറ്റ് നോക്കാവുള്ളൂ. അതെന്താ ചേച്ചി? ഭയങ്കര കൺസ്ട്രക്ഷൻ. ആണല്ലേ? അടിപൊളി. ബെടിയായ ലെഫ്റ്റ് സൈഡ് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്. ഇടതുവശത്തായിട്ട് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളമാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ എയർപോർട്ടിന്റെ ഭാഗങ്ങളിലേക്ക് കയറുകയാണ്. ഈ ഭാഗങ്ങളിൽ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ദേവീക്ഷേത്രമാണ് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശംഖുമുഖം ബീച്ചിലാണ്. തൊട്ട് വലതുവശത്തെ റോഡ് കടന്നു പോകുന്നുണ്ട്. ഇത് തിരുവനന്തപുരത്തിന്റെ പ്രശസ്തമായ വെട്ടുകാട് ചർച്ചിലേക്ക് പോകുന്ന റോഡാണ്. വേളി ടൂറിസ്റ്റുകളിലേക്ക് പോകുന്ന റോഡാണ് വലതുവശമായി കടന്നു പോകുന്നത്. വാഹനത്തിന് നേരെ മുന്നിലായി കാണുന്നതാണ് ശംഖുമുഖം ബീച്ചിലേക്ക് കയറാനുള്ള പ്രവേശന കവാടം. ആ കയറുന്ന ഭാഗത്ത് തന്നെ ഇടതുവശത്തായിട്ട് പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ എന്ന ശില്പിയുടെ ശില്പങ്ങൾ ഒന്നാമതായി നിൽക്കുന്ന മത്സ്യകന്യക എന്ന ശില്പമാണ് ശംഖുമുഖം ബീച്ചിൽ നമുക്ക് കാണാൻ കഴിയുക. ശംഖുമുഖം ബീച്ച് ഇപ്പോ നേവി ഡേ, വേൾഡ് നേവി ഡേയോടനുബന്ധിച്ച് ഇവിടെ ഡിസംബർ 3-ന് ഇവിടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. എയർ ഷോ, അങ്ങനെ വളരെ വിപുലമായ പരിപാടികളാണ് ഇവിടെ ഇന്ത്യൻ നേവി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഏവർക്കും അത് കാണാൻ ആസ്വദിക്കാൻ വേണ്ടി ഇവിടേക്ക് വരാത്തതാണ്. കാരണം സാധാരണക്കാരെ നമുക്ക് എയർപോർട്ട് റൺവേ കുറിച്ച് കിടക്കാൻ വരെ എയർപോർട്ടിൽ മതിയാൻ പറ്റില്ല. പക്ഷെ തിരുവനന്തപുരം എയർപോർട്ടിൽ അത്തന്റെ സൗഭാഗ്യമുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യം